ചന്ദന കൃഷി നടത്തുന്നതിന് സർക്കാർ സഹായമോ എന്നൊരു സംശയം പലർക്കും ഉണ്ടാവും. കൂടാതെ വയനാടിൻ്റെ ഭൂമിശാസ്ത്രം ചന്ദന കൃഷിക്ക് അനുയോജ്യമാണോ എന്നതും. നിങ്ങളോട് സംസാരിക്കുന്നു അനു വർക്കി. നമസ്കാരം സാർ. സാറ് ഈ കർഷക കൂട്ടായ്മയുടെ ആദ്യ പ്രസിഡന്റാണ്. കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു പദ്ധതി വരുന്നത് ആദ്യമായിട്ടാണ്. എന്താണ് അനുഭവം? തീർച്ചയായിട്ടും ഒരു കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആളുകൾക്കെല്ലാം ഒരു എതിർപ്പുള്ളൊരു കാര്യമായിരുന്നു. കൃഷി ചെയ്യുക എന്നുള്ളത് താല്പര്യക്കുറവുള്ളൊരു സബ്ജക്റ്റായിരുന്നു. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ചന്ദന കൃഷി ചെയ്യാൻ സാധിക്കുമെന്നും അതിനുള്ള എല്ലാ നിയമസഹായങ്ങളുമുണ്ട്. അതിലുപരിയായിട്ട് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ഇന്ന് കിട്ടുന്ന ഏറ്റവും അധികം മൂല്യം കൊടുക്കാൻ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. അപ്പം അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ചു. അതിന് ഏറ്റവും നല്ല ഭൂപ്രകൃതിയെക്കുറിച്ച് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അവരത് ഏറ്റെടുത്ത് കൃഷി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് ഞാൻ എൻ്റെ മക്കളുടെ ഭാവിക്ക് എന്ന രീതിയിലാണ് ഞാനൊരു 5 സെൻറ്റ് സ്ഥലവും 20 സാൻഡൽവുഡ് പ്ലാന്റ്സുമുള്ള ഒരു സ്ഥലം ഞങ്ങൾ സ്വന്തമാക്കിയത്. പിന്നീടാണ് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കൂടി റിട്ടയർമെൻറ്റ് ലൈഫിൽ എനിക്ക് ഏറ്റവും ഗുണകരമാകുന്ന ഒരു പ്രൊജക്റ്റാണ് പ്ലാന്റേഷൻ എന്ന് മനസ്സിലാക്കാൻ, സാൻഡൽവുഡ് പ്ലാന്റേഷൻ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. നിലവിൽ ഈ ഒരു വയനാടാവുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ വന്നൊരു സ്ഥലമാണ്. മണ്ണിടിച്ചിൽ പോലെയുള്ള സംഭവങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതിനെങ്ങനെയാണ്, ഒരു ആശങ്ക ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ സ്വയം ഒരു റിസ്ക് എടുത്തതാണോ? എന്താണ് അതിനെക്കുറിച്ച് പറയുക? പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം, വെറും 3 വാർഡിൽ മാത്രം ഉണ്ടായിരുന്ന ദുരന്തമായിരുന്നു വയനാട് ദുരന്തം. പക്ഷേ വയനാട് മൊത്തം വലിയ ദുരന്തമായിട്ടാണ് നമ്മളത് കേട്ടത്, വെറും 3 വാർഡിൽ. അപ്പോൾ ഡിസാസ്റ്റർ മേഖലകളിൽ നടക്കുന്ന ദുരന്തങ്ങളെല്ലാം അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ചെയ്ത് നമ്മൾ കുറേ എക്സൈറ്റഡ് ആയില്ലെങ്കിൽ മീൻസ് പാനിക് ആവുക മാത്രമേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ റിപ്പോർട്ടുകളെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായത് 50 വർഷം മുമ്പ് വരെ ഡിസാസ്റ്റേഴ്സ് സാധ്യതയില്ലാത്ത ഭൂപ്രദേശം, 50 വർഷത്തേക്ക് ഫോർകാസ്റ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയും, ഡിസാസ്റ്റേഴ്സ് യാതൊരുവിധ ദുരന്തങ്ങളും വരാൻ സാധ്യതയില്ലാത്ത ഭൂപ്രദേശങ്ങൾ ഗവൺമെൻറ് തന്നെ പശ്ചിമഘട്ടത്തിലെ ജിയോളജിക്കൽ സർവേ ചെയ്തിട്ടിട്ടുണ്ട്. ആ ഭൂപ്രദേശത്തിൽ ഏറ്റവും കൂടുതൽ ഇടുക്കി, പത്തനംതിട്ട, വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ദുരന്ത സാധ്യത കുറവുള്ള സ്ഥലം, ഏറ്റവും കൂടുതൽ നല്ല സ്ഥലമുള്ളത്, ഗ്രീൻ സോൺ ആയിട്ടുള്ളത് വയനാട്ടിലാണ്. ഇടുക്കിയേക്കാൾ പത്തനംതിട്ടയേക്കാൾ സേഫ് ആയിട്ടുള്ള ലാൻഡ് വയനാട്ടിലാണ് ഉള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയനാട്ടിൽ യാത്ര ചെയ്ത ആളുകൾക്കറിയാം, ചുരം കയറി നമ്മൾ മുകളിലേക്ക് ചെന്നാൽ നിരന്ന ഭൂമിയാണ്. ആ നിരന്ന ഭൂമിയിൽ നമുക്ക് ഡിസാസ്റ്റേഴ്സ് സാധ്യതയില്ല. ചുരം അടങ്ങുന്ന മേഖലകൾ മാത്രമേ ദുരന്ത സാധ്യതയുള്ളൂ. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്രദേശമാണ്. റിപ്പോർട്ടുകളെല്ലാം, പ്രകൃതിയെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ടുകളെല്ലാം തന്നെ പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പം ഇത്തരത്തിലൊരു പ്ലാന്റേഷൻ ആ ഭൂമി താങ്ങുമെന്നുള്ളൊരു കൺഫ്യൂഷൻ പലപ്പോഴും സാധാരണക്കാർക്കുണ്ടാവും, അവിടുത്തെ ജനങ്ങൾക്കും ഉണ്ടാവും. അതിന് എന്താ തോന്നിയിട്ടുള്ളത്? അത് എങ്ങനെയാണ് കമ്പനി ഉറപ്പ് കൊടുക്കുന്നത്? ഇത് കമ്പനി ഉറപ്പ് കൊടുക്കുന്നതിലുപരിയായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇതിനൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. കാരണം പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളെ ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിന് വേണ്ടിയുള്ള റിസർച്ച് നടത്തിയ സെൻട്രൽ ഗവൺമെൻറ്റാണ്. അത് മാധവ് ഗാർഗിൽ റിപ്പോർട്ട്, കസ്തൂരിരംഗൻ റിപ്പോർട്ട് എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ എന്താണ് വേണ്ടത്, അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഏത് രീതിയിൽ നമുക്കിത് നിലനിർത്തിക്കൊണ്ടു പോകാം, ഡിസാസ്റ്റേഴ്സ് സാധ്യത വരാത്ത രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകാം, ഇത് ഈ റിപ്പോർട്ടുകളിലുണ്ട്. ഈ റിപ്പോർട്ടുകൾ പ്രധാനമായിട്ട് പറയുന്നത് വലിയ കൺസ്ട്രക്ഷൻ പാടില്ല, ക്വാറി പോലെയുള്ള ഖനനങ്ങൾ അവിടെ പാടില്ല, പിന്നെ വലിയ ഭൂമിയിൽ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു പ്രൊജക്റ്റും അവിടെ പാടില്ല. ഇതാണ് ആദ്യം പറയുന്ന കാര്യം. അതോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ്, അതിൽ ബയോഡൈവേഴ്സിറ്റി എന്നുവെച്ചാൽ ജൈവ വൈവിധ്യം നിലനിൽക്കുന്ന രീതിയിലുള്ള കൃഷി രീതി വേണം. ആ ജൈവവൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ജനിതക മാറ്റങ്ങൾ വരാത്ത കൃഷികൾ അവിടെ ഉപയോഗിക്കണം. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഓൾറെഡി ആ ഭൂമിയിലുള്ള പ്ലാന്റ്സ് ഏതാണോ അത് തന്നെയായിരിക്കണം നമ്മൾ മെയിൻലി പ്ലാന്റേഷൻ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ സാൻഡൽവുഡ് പശ്ചിമഘട്ടത്തിലെ ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, ആ ഒരു റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് സാൻഡൽവുഡ് പ്ലാന്റേഷൻ. പിന്നെ മറ്റൊരു കാര്യം, സ്റ്റാൻഡിങ് ടിമ്പേഴ്സ്, അഗ്രോ ഫോറസ്ട്രി സെക്ടറിലുള്ള സ്റ്റാൻഡിങ് ടിമ്പേഴ്സ് നട്ടു വളർത്തിയാണ് എക്കോ സെൻസിറ്റീവ് എന്നുവെച്ചാൽ പ്രകൃതി ലോല പ്രദേശങ്ങളുടെ മണ്ണൊലിപ്പ്, ലാൻഡ് സ്ലൈഡ് ഇങ്ങനെയൊക്കെ തടയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുള്ള കൃഷി രീതിയാണ് മാധവ് ഗാർഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും ഉമ്മൻ റിപ്പോർട്ടുകളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. ആ സപ്പോർട്ട് ചെയ്യുന്ന
പ്രൊജക്റ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രൊജക്റ്റ് ഒരു രീതിയിൽ പോലും ഗവൺമെൻറ് അതിനെ എതിര് നിൽക്കുകയോ ഗവൺമെൻറ് അത് ഒഴിപ്പിച്ചു വിടുകയോ അങ്ങനെ ഒരു കാര്യവും സംഭവിക്കില്ല. കാരണം പ്രൊമോട്ട് ചെയ്തതിന് കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ഈ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ടും സ്റ്റാൻഡിംഗ് ടിമ്പേഴ്സിനും അഗ്രോ ഫോറസ്ട്രി സെക്ടറിലേക്കൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ബജറ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ബജറ്റിൽ ഉൾപ്പെടുത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി, പത്തനംതിട്ട, വയനാട് എന്നുള്ള ഭൂപ്രദേശം മാത്രം ഇതിന് തിരഞ്ഞെടുക്കാൻ ഒരു കാരണം ഉണ്ടാവില്ലേ? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ മദർലാൻഡിൽ ചെയ്യുക എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ നല്ല തേയില എവിടുത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആസാം ഡാർജിലിങ്ങിലാണ്. മൂന്നാറിൽ കൃഷി ചെയ്യാൻ ടാറ്റ പ്ലാന്റേഷൻ കൃഷി ചെയ്യാൻ അറിയില്ല എന്നിട്ടല്ല, മദർലാൻഡിലെ നല്ലതുണ്ടാവുള്ളൂ. ഇതുപോലെ തന്നെ ലോകത്ത് സ്വാഭാവിക ചന്ദനക്കാട് ഇന്ന് നിലനിൽക്കുന്നത് ഇടുക്കി ജില്ലയിലും മറയൂരും വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കാടുകളിലുമാണ് സ്വാഭാവിക ചന്ദനക്കാടുള്ളത്. അത് അനുയോജ്യമായ കാലാവസ്ഥയായതുകൊണ്ടാണ് ഈശ്വരൻ അല്ലെങ്കിൽ പ്രകൃതി ആ പ്ലാന്റ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ സ്വാഭാവിക ചന്ദനക്കാടുള്ള ഭൂപ്രദേശം പശ്ചിമഘട്ടത്തിലാണുള്ളത്. ആ പശ്ചിമഘട്ടത്തോട് ചേർന്ന ഭൂപ്രകൃതിയിലാണ് നമ്മൾ ഈ കൃഷി ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് ഫസ്റ്റ് ക്വാളിറ്റി, ഇപ്പോൾ വിലായത്ത് ബുദ്ധ എന്നുള്ളതാണ് ചന്ദനത്തിൻ്റെ കാതലിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി. ആ ഫസ്റ്റ് ക്വാളിറ്റി നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ക്വാളിറ്റി ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് നിലനിർത്താൻ സാധിക്കുള്ളൂ. കാരണം വെച്ചാൽ സപ്ലൈ കൂടുതലായി കഴിഞ്ഞാൽ, മാർക്കറ്റിലേക്ക് സപ്ലൈ കൂടുതലായി കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. അപ്പോൾ ആ സമയത്തും ഡിമാൻഡ് നിലനിൽക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭൂപ്രദേശത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്തത്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നിടന്ന് 350 കിലോമീറ്റർ ദൂരമാണ് പുൽപ്പള്ളി. ഞാനിപ്പോൾ ഇന്നലെ അവിടെ നിന്ന് പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങൾക്കൊരു ആധാരവുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അത്രയും റിസ്ക് എടുക്കാനുള്ള കാരണം അവിടെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു 5-10 മടങ്ങ് പ്രോഫിറ്റാണ് അതിന് കാരണം. ഒരു അനൂവർക്കി എന്ന എറണാകുളംകാരൻ എങ്ങനെ ഈ ഒരു കൃഷിയിലേക്ക് എത്തി? അതൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എനിക്ക് ജീവിത സഹിയായിട്ട് ലഭിച്ചത് ഒരു ഇടുക്കിക്കാരിയാണ്. ഇടുക്കി സ്വദേശി ഇടുക്കിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 12 കൊല്ലം ജില്ലാ ബാങ്ക് എക്സ്പീരിയൻസ് എനിക്കുണ്ട്, ഇടുക്കി ഡിസ്ട്രിക്ട് കോർപ്പറേറ്റ് ബാങ്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇടുക്കിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനെ സ്നേഹിച്ച് മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കുന്നവരാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നെങ്കിലും പൊന്നു വിളയിക്കുന്നവരാണ്. അപ്പോൾ അത് എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫാദറിൻലോ ഒരു നല്ലൊരു പ്ലാന്ററാണ്. കാർഡമനും പെപ്പറും നല്ല രീതിയിൽ പ്ലാന്റേഷൻ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഫാദറിൻലോ. അതോടൊപ്പം തന്നെ എൻ്റെ വൈഫിനും നല്ലതുപോലെ ഈ പ്ലാന്റേഷനെ കുറിച്ച് അറിയുകയും അവരത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുകയും ഹാർവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. എന്തായാലും നേരിട്ട് ആളോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു കർഷക ഫാമിലി എന്നല്ലേ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭൂപ്രകൃതിയും മറ്റും ഒക്കെ കണ്ട സമയത്ത് എന്താ തോന്നിയത്? അത് കുരുമുളക് പ്ലാന്റേഷനിൽ നിന്നും ഏലം പ്ലാന്റേഷനിൽ നിന്നും ലഭിക്കുന്ന ആ പ്രോഫിറ്റിനേക്കാൾ 10 ഇരട്ടി പ്രോഫിറ്റ് സാൻഡൽവുഡ് പ്ലാന്റേഷനിൽ നിന്ന് ലഭിക്കും എന്ന് സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്തു ഏറ്റെടുത്തു. മാമിൻ്റെ പേരെന്താ? എൻ്റെ പേര് റെനി. ഇടുക്കിക്കാരിയാണ്. അപ്പോൾ ആ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ഈ ചന്ദനത്തോപ്പും മറ്റുമൊക്കെ കണ്ട സമയത്ത് എന്താ തോന്നിയത്? ചന്ദനത്തോപ്പും ഒക്കെ കണ്ട സമയത്ത് ഞങ്ങൾ ഇടുക്കിയിൽ കുരുമുളക്, ഏലം, റബ്ബർ അങ്ങനെയുള്ള പ്ലാന്റേഷനുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചന്ദനത്തോപ്പെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പോലും കേട്ടിട്ടില്ല. ചന്ദനം എന്ന ഒരു വാക്ക് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അതൊരു പ്ലാന്റേഷനായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയില്ലായിരുന്നു. അതറിഞ്ഞ സമയത്തും അതിനെക്കുറിച്ച് പഠിച്ച സമയത്തും ഈ കുരുമുളക് പ്ലാന്റേഷനിൽ നിന്നും ഏലം പ്ലാന്റേഷനിൽ നിന്നും ലഭിക്കുന്ന പ്രോഫിറ്റിനേക്കാൾ 10 ഇരട്ടി പ്രോഫിറ്റ് ഇതിൽ നിന്ന് ലഭിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തു, അതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നു. ഈ പ്രോജക്റ്റ് കേട്ട സമയത്ത് സാറാണോ മാമാണോ ഫസ്റ്റ് ഇൻട്രസ്റ്റ് കാണിച്ചത്? സാറാണ്. അപ്പം ഇതിൻ്റെ ഒരു ഫാമേഴ്സ്, ഒരു കർഷകർ ഒരുപാട് വെല്ലുവിളി നേരിടുന്ന ഒരു സമയമാണ് ഇങ്ങനത്തെ ഒരു സമയം എന്ന് പറയുന്നത്. ഈ കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ശേഷമാണ് ഇത് പ്രോജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. ആദ്യം എന്നോട് പറഞ്ഞപ്പോൾ എനിക്കതിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇത് പ്രോഫിറ്റ് കിട്ടുന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. സപ്പോർട്ട് ഓക്കെയാണ് സാറ്, ഫാമിലി നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ നോക്കി കാണുന്നത്? ഒരു ഫാമിലി ലൈഫും ഇതും ജസ്റ്റ് പെയ്ഡും എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഈ പ്രോജക്റ്റും ഒന്നിച്ചാണ് കൊണ്ടുപോകുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇത് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ലൈഫ് സപ്പോർട്ട് തന്നെയാണ് അതിനകത്ത് കിട്ടിയത്. കാരണം ഭൂമിയിൽ നിന്ന് ആദായം കിട്ടുമെന്ന്
എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു കോതമംഗലംകാരനാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് ആദായം കിട്ടുന്നതും ലക്ഷങ്ങൾ സ്വന്തമാക്കുന്നതും ഞാൻ ഒരു മരുമോനായിട്ട് അവരുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോഴാണ് ഞാനത് കാണുന്നത്. ഇപ്പോൾ എൻ്റെ അളിയൻ ബാങ്ക് മാനേജറായിരുന്നു, റിട്ടയർഡായിട്ട്. ഇപ്പോൾ പെപ്പർ പ്ലാന്റേഷൻ ഏറ്റവും ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 1 പ്ലാന്റേഷനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു ഫാർമറാണ്. അപ്പോൾ എനിക്ക് ലൈഫ് എക്സ്പീരിയൻസ് ആയി. ഭൂമിയിൽ നിന്ന് വരുമാനം കിട്ടും, കൃഷി നല്ല രീതിയിൽ ചെയ്താൽ വരുമാനം കിട്ടും. ഇതിൻ്റെ ലൈഫ് എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയത്. ഈ എക്സ്പീരിയൻസ് അത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ആദായം കിട്ടുന്ന കൃഷി രീതി, അതാണ് ചന്ദന കൃഷിയിലേക്ക് കൂടുതൽ പഠിക്കാനും സമയമെടുക്കാനും അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും താല്പര്യമായ ഘടകം അതാണ്. ഇതിൽ 5 സെൻറ്റിൽ 20 തൈകളാണുള്ളത്. അതിൻ്റെ ഒപ്പം ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പദ്ധതിയും കൂടെ ജസ്പീഡ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പാർട്ട്നേഴ്സ് ആണോ നിങ്ങൾ? തീർച്ചയായിട്ടും. ഞങ്ങൾ ആദ്യത്തെ രണ്ടാമത്തെ കോട്ടേജ് എന്നുവെച്ചാൽ മഡ് പാക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോട്ടേജാണത്. അത് കോൺക്രീറ്റ് ബേസാണ്. വെച്ചാൽ ഫെറോ ടെക്നോളജി ഉപയോഗിച്ച് 450 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കേവ് ഹൗസ്, ഗുഹ പോലത്തെ ഹൗസ് പണിയുകയും അതിനകത്ത് മഡ് പാക്ക് ചെയ്യും. എന്നുവെച്ചാൽ മഡ് ഹൗസ് അല്ലത് മഡ് പാക്ക് ഹൗസാണ്. അതിൻ്റെ ചുറ്റും 16 സാൻഡൽവുഡ് ട്രീസ് നടുകയും ചെയ്യും. ഇതാണ് ആ പ്രൊജക്റ്റ്. അപ്പോൾ ആ പ്രൊജക്റ്റ് ഏറ്റെടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ലോകത്ത് സാൻഡൽവുഡ് പ്ലാന്റേഷനും അരോമ തെറാപ്പി, സാൻഡൽവുഡ് പൗഡർ ഉപയോഗിച്ചുള്ള ഓയിൽ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സും ചെയ്യുന്നത് ഓസ്ട്രേലിയ ഹെഡ്വുഡ് എന്ന് പറഞ്ഞ ഒരൊറ്റ കമ്പനി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ലോക്കലായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രൊഫഷണലായിട്ട് പ്ലാന്റേഷൻ വിത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അവർ മാത്രമേ ഉള്ളൂ. അതിലും വലിയ പ്രൊജക്റ്റാണ് ഇന്ന് ലോകത്തിന് സംഭാവന ചെയ്യുന്ന സാൻഡൽവുഡ് പ്ലാന്റേഷന് നടുവിൽ മഡ് കേവ് ഹൗസും മഡ് പാക്ക്ഡ് കേവ് ഹൗസും അതോടൊപ്പം തന്നെ സാൻഡൽവുഡ് ഓയിൽ വെച്ചിട്ടുള്ള അരോമ തെറാപ്പി, സാൻഡൽവുഡ് പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഫേഷ്യലിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഉൾപ്പെടെ ഏകദേശം ഒരൊറ്റ കേവ് ഹൗസിലല്ല 90ഓളം കേവ് ഹൗസുകൾ, കോട്ടേജുകൾ ഒരു 5 ഏക്കർ സ്ഥലത്ത് ചെയ്യുന്ന ഒരു വലിയ ബിഗ് പ്രൊജക്റ്റ്. അതിന്ന് ലോകത്ത് മറ്റാർക്കും അവകാശപ്പെടാനില്ല ആ പ്രൊജക്റ്റ്. അതുകൊണ്ട് അതൊരു വളരെ പ്രീഷ്യസ് ആണ്. അതിലുപരിയായിട്ട് ഇന്ന് ലോകത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിക്കാൻ പോകുന്നതാണ്. ആ സ്ഥാനം പിടിക്കാൻ പോകുന്ന ഒരു പ്രൊജക്റ്റിൽ ഒരു കോട്ടേജ് എൻ്റെയും സ്വന്തമാകണം എന്നുള്ളത് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ എന്ന് പറയും, ഭാവി എന്താണെന്ന് വ്യക്തമായി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും അതിന് റിസ്ക് എടുത്ത് തന്നെയാണ്. കാരണം വെച്ചാൽ ഒരു സാധാരണക്കാരന് ഒരിക്കലും അഫോർഡബിൾ ആവില്ല ഇതിൻ്റെ കോസ്റ്റുകളും കാര്യങ്ങളും. പക്ഷേ ഇതൊരു ബെസ്റ്റ് പ്രൈസിന് എന്നുവെച്ചാൽ ഇപ്പോഴുള്ള സ്റ്റാർട്ടിങ് ടൈമിൽ കൺസ്ട്രക്റ്റീവ് ടൈമാണത്. ഈ സമയത്ത് ഒരു ഓഫർ പ്രൈസിന്, അതായത് 50% ഓഫർ പ്രൈസിന് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് അഫോർഡബിളായി, ഞങ്ങളത് സ്വന്തമാക്കി. Thanks for watching. Don't forget to like, share and subscribe for more insightful comparisons and business tips.